Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസങ്ങളായില്ല നമ്മൾ കണ്ടിട്ട്. ആണോ? ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലേ? കുറച്ച് ക്ലാസ്സുകളായി കണ്ടിട്ട്. ഓക്കെ, എടുക്കണതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഏതാണ് എടുക്കരുതെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ, കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലെ? അപ്പൊ ലോണ്ടറി സർവീസസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ബുക്ക് നോക്കിയായിരുന്നു നിങ്ങൾ? എവിടെ വരെ നമ്മൾ എടുത്തു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ആ പോയിന്റ്സ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അവിടെ വരെയല്ലേ? ഫ്ലോ ചാർട്ട് പറഞ്ഞായിരുന്നോ? ഫ്ലോ ചാർട്ട് വരെ പറഞ്ഞു തോന്നുന്നു അല്ലെ? ഫ്ലോ ചാർട്ട് പറഞ്ഞു അല്ലെ? ഫ്ലോ ചാർട്ട് വരെയാണ് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്ലോ ചാർട്ട് വരെയാണ് ലാസ്റ്റ് വൺ പറഞ്ഞത്. ദെൻ ഫസ്റ്റ് അതൊക്കെ വായിക്കണം നന്നായിട്ട്. നമുക്കൊന്ന് എന്താ റിവൈസ് ചെയ്യാം കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തുടങ്ങി നമുക്കൊന്ന് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോ പ്രോസസ് ഫ്ലോ ചാർട്ട് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി പറഞ്ഞിട്ടില്ലാലോ? അത് നോക്കാം. അപ്പൊ ഒരു ടിപ്പിക്കൽ ലോണ്ടറിയിൽ നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇനി ഡിഫറെന്റ് ആണ് എടുക്കാനുള്ളത്. കംപ്ലീറ്റ് ചെയ്തു. എക്യുപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, ദെൻ അപ്പൊ ഇനി ഡിഫറെന്റ് ടൈപ്സ് മതിയല്ലോ. കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഡിഫറെന്റ് തുടങ്ങി പറഞ്ഞാൽ മതിയോ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ്. ഡിഫറെന്റ് ടൈപ്പ് തുടങ്ങി പറയാം കേട്ടോ. ഇത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിനൻ ഇൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറി ആണ് കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റത്തേതാണ് യൂസ്ഡ് ലിനൻ. ഉപയോഗിച്ച തുണികൾ നോക്കാം. This type of linen has been used in a patient care but is not apparently tainted. Tainted എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറാന്നുള്ള മീനിങ് ആണ് കേട്ടോ. മലിനപ്പെടുക, അഴുക്കാവുക എന്നുള്ളത്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള തുണികളാണ്. പക്ഷെ അതില് അഴുക്കുകളോ കറകളോ ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ബെഡ്ഷീറ്റോ പില്ലോ കവർ അങ്ങനെയുള്ള മെറ്റീരിയൽ ലിനൻസ് ആകാം. കറകളും അല്ലെങ്കിൽ എന്താണ് മറ്റഴുക്കുകളൊന്നും വരാത്തതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് സോയിൽഡ് ലിനൻ. മലിനപ്പെട്ട അല്ലെങ്കിൽ മലിനമായ അഴുക്കായിട്ടുള്ള തുണികൾ. This type of linen has been contaminated or tainted as they come in contact with blood, body fluids, then secretions or excretions or other items. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനപ്പെട്ടത്, അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുള്ള തുണികൾ. അതില് അഴുക്കുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേ ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ സെക്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്രവങ്ങൾ, ഫ്ലൂയിഡ്സ്, ശരീര സ്രവങ്ങളാകാം, എക്സ്പ്രഷൻ, വിസർജ്യങ്ങള്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള തുണികളാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഇൻഫെക്റ്റഡ് ലിനൻ. This type of linen can be used or soiled linen, but from a patient with a known or suspected infection. അതായത് ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള തുണികളാണ്, മലിനപ്പെട്ട തുണികളാണ്. വിത്ത് എ നോൺ ഓൺ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. ഇനി സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുബാധയുള്ള തുണിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള തുണികൾ. അതാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ തിയേറ്റർ ലിനൻ. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും ഉപയോഗിക്കുന്ന തുണികൾ. യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. പേഷ്യൻസിന്റെ ഒന്നില്ലെങ്കിൽ ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് സർജിക്കൽ പ്രൊസീജിയേഴ്സിനോ ഉപയോഗിക്കുന്ന തുണികൾ. നമ്മള് ലോണ്ടറി കളക്റ്റഡ് നമ്മള് 4 ടൈപ്സ് ആണ് പറയുന്നത്. യൂസ്ഡ് ചെയ്ത ലിനൻ ഉണ്ട്, അതുപോലെ സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ ആൻഡ് തിയേറ്റർ ലിനൻ. 4 ടൈപ്സ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ 4 ടൈപ്സുകള്. എളുപ്പമാണ് കേട്ടോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്.
ഒന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ കേട്ടോ. ടൈപ്സ് നോക്കാം. അത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പം മനസ്സിലാക്കി പഠിക്കാം. മാർക്ക് ചെയ്ത് വെച്ചോളൂ സൈഡില്. എളുപ്പമല്ലേ പഠിക്കാനായിട്ട് ഈ ചാപ്റ്റർ? ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ അല്ലേ? ആണോ? ഇഷ്ടപ്പെട്ടില്ലേ ഈ ചാപ്റ്റർ? പഠിക്കാൻ വലിയ എന്താ പറയാ മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടാത്ത വാക്കുകളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. നമ്മൾ നോർമലി നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്. കുറച്ച് പാട് എന്താ പറയാ ടഫ് ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോ അതിന്റെ ഇടത്തെ കുറച്ച് സിമ്പിളും കൂടി വേണ്ടേ നമുക്ക്, അല്ലെ? എല്ലാം കൂടെ ഒരു മിക്സപ്പ് ചെയ്തതല്ലേ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം. എല്ലാം ടഫും അല്ലെങ്കിൽ എല്ലാം ഒരു കുറച്ച് മീഡിയം ആവറേജിൽ പോകുന്നതും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതും വേണ്ടേ? എങ്കിലല്ലേ നമുക്ക് പഠിക്കാനായിട്ട്, അല്ലെ? എല്ലാം ടഫ് ആണെങ്കിലും ഭയങ്കര ബോറിംഗ് അല്ലേ പഠിക്കാനായിട്ട്? ആണോ? ഓക്കെ, വായിച്ചോളൂ കേട്ടോ, വായിച്ചോളൂ. ഡിഫറെന്റ് ടൈപ്സ്. വായിച്ചോ 4 ടൈപ്സുകള്? Okay, then താഴെ നോക്കാം. Should be safe from potentially infectious materials as well as for good hygiene practice. So നമ്മൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതരായിരിക്കണം, സേഫ് ആയിരിക്കണം. അതുപോലെ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്, നല്ല എന്താ പറയാ ശുചിത്വ സമ്പ്രദായങ്ങളും കൂടി നമ്മൾ പാലിച്ചിരിക്കണം. എങ്ങനെയാ ശുചിത്വ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഗ്ലൗസ് ധരിച്ചിട്ട് വേണം അതൊക്കെ നമ്മൾ എടുക്കാനായിട്ട്, വേസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാം. Then you should always use gloves when handling stained or contaminated laundry and should be removed to change to clean gloves before handling clean laundry. അഴുക്കുകളുള്ള അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറയുള്ള മലിനപ്പെട്ട തുണികൾ നമ്മൾ എടുക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് വേണം? ഗ്ലൗസ് ധരിക്കണം. ദെൻ ആ ഗ്ലൗസ്, അഴുക്കായിട്ടുള്ള ഗ്ലൗസ് റിമൂവ് ചെയ്തിട്ട് വേണം, പുതിയൊരു ഗ്ലൗസ് ധരിച്ചിട്ട് വേണം നമ്മൾ പുതിയ തുണികൾ, അതായത് അഴുക്കില്ലാത്ത നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള തുണികൾ എടുക്കണമെങ്കിൽ ആ പഴയ അഴുക്കായിട്ടുള്ള ഗ്ലൗസ് മാറ്റിക്കൊണ്ട് പുതിയ ഗ്ലൗസ് ധരിച്ചിട്ട് വേണം പുതിയ ക്ലോത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. Then if a person has a contagious diseases or is one contact precautions, clothes should be washed separately. If a person has a contagious എന്താണ്? അതായത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, പെട്ടെന്ന് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടല്ലോ, പകരാനായിട്ട് ചാൻസ് ഉള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണമെന്ന്. Then clothes should be washed separately. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ചില അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിന്റെ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്യണം. അല്ലാതെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അണുക്കൾ ഈ വെള്ളത്തിലൂടെയൊക്കെ പകർന്ന് മറ്റു ഡ്രസ്സുകളിലൊക്കെ പറ്റിപ്പിടിച്ച് മറ്റു ശരീരത്തിലൂടെ പ്രവേശിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റഡ് ആയിട്ട് വാഷ് ചെയ്യുക. The washing machine must be disinfected after washing. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ വസ്ത്രങ്ങൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിയുമ്പോൾ ആ വാഷിംഗ് മെഷീനും എന്ത് ചെയ്യണം? ഒന്ന് ഡിസിൻഫെക്ട് ചെയ്യണം. അതെന്ന് ചെയ്യണം, ഡെറ്റോളോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും അണുനശികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വാഷ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവ വാഷ് ചെയ്യാനായിട്ട്. ജസ്റ്റ് അത് കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനനെ നമ്മൾ സെപ്പറേറ്റ് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. All linen after use should be collected in each department ward and segregated into potentially ineffective and non-potentially ineffective. എന്നോട് പറയുന്നത് അതായത് നമ്മൾ വാഷ് ചെയ്യാനായിട്ടുള്ള ഈ തുണികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്യണം.
ഇപ്പൊ വാർഡിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ലേബർ റൂം അതുപോലെ തന്നെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളിൽ നിന്നും എന്ത് ചെയ്യാം, ഈ വസ്ത്രങ്ങള് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കളക്ട് ചെയ്യണം. then അതിന് നമ്മൾ സെഗ്രേറ്റഡ് ചെയ്യണം അല്ലെ, സെഗ്രേറ്റഡ് ഇൻ ടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ്, അതായത് അതിൽ ഇൻഫെക്ഷൻ ഉള്ളതും ഇൻഫെക്ഷൻ അല്ലാത്തതുമായിട്ടുള്ള തുണികൾ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. Place stained linen into a clearly labeled and leak-proof container. അതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം, ഇപ്പോ പെയിന്റഡ് ആയിട്ടുള്ള കറകള് മലിനപ്പെട്ട തുണികളാണെങ്കിൽ അതിനെ നമ്മൾ ഒന്നിച്ച് വെച്ച് ഒരു ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിൽ ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് ലേബൽ ചെയ്യാം. മീൻസ് എന്തെങ്കിലും എന്താ കണ്ടാമിനേറ്റഡ് ലിനനോ അങ്ങനെ എന്തെങ്കിലും ലേബൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ബാഗിലോ അല്ലെങ്കിൽ ബക്കറ്റ്സിലോ സൂക്ഷിക്കുക. മീൻസ് തുണികൾ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. In the patient care area, staff who collect, handle, dispose or transport soiled linen are at a high risk. അപ്പോ ഇത് ഈ തുണികള് അതായത് ഉപയോഗിച്ചിട്ടുള്ള ഈ പേഷ്യൻസിന്റെ തുണികള് കളക്ട് ചെയ്യുകയും അത് ഹാൻഡിൽ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയീസ് വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവര് കുറച്ച് ഹൈ റിസ്ക് ആണ്. കാരണം ഇത് പല അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ അത് ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം അതിനാൽ അവരത് ഹാൻഡിൽ ചെയ്യാം. കാരണം പലതരത്തിലുള്ള ഇതുപോലെ പെട്ടെന്നുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഹൈ റിസ്ക് ആണ്. അപ്പോ റിസ്ക് താവണമെങ്കിൽ എന്ത് വേണം, നമ്മള് ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യുക. Then sanitizing washing machines. In order to prevent cross contamination, every wash should be sanitized at least once a day. ദിവസത്തില് ഒരു പ്രാവശ്യം നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. ഇപ്പൊ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഒരുപാട് പേഷ്യൻസിന്റെ ഇതുപോലെ തുണികളൊക്കെ നമ്മൾ അലക്കിയാണ് അല്ലെ. അപ്പോ പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള അണുക്കളൊക്കെ ഉണ്ടാകും. സോ ഒരു ദിവസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വാഷിംഗ് മെഷീനിന്റെ സാനിറ്റൈസ് ചെയ്തിരിക്കണം. വായിച്ചു നോക്കുക കേട്ടോ, ഇവിടെ തുടങ്ങി വായിക്കണേ. പോയിന്റ്സ് ടൈപ്സ് കഴിഞ്ഞിട്ടുള്ളത് തുടങ്ങി വായിക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും വായിച്ചോ? ഓക്കെ. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ഈ തുണികൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഓരോ സെക്ഷനിലോട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇപ്പൊ 3 ടൈപ്പാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മിക്സ്ഡ് ലിനൻ സർവീസ്. രണ്ടും കൂടി ചേർന്നത്. നിങ്ങൾക്കിത് വായിക്കാതെ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് എവിടെയെങ്കിലും കേട്ടത് അതിന്റെ ഓപ്പൺ ഉണ്ടാവും?
ഓർക്കുന്നുണ്ടോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ആരും ഓർക്കണില്ല? ബയോമെഡിക്കൽ വേസ്റ്റിലാണോ? ബയോമെഡിക്കൽ വേസ്റ്റിൽ ഏതായിരുന്നു സെൻട്രലൈസ്ഡ് പഠിച്ചത്? അല്ലേന്ന് എന്നോടാണോ ചോദിച്ചത്? ബയോമെഡിക്കൽ എനിക്ക് ഓർമ്മ. വേറെ ഏതിലാണ്? ഫസ്റ്റ് മൊഡ്യൂളില് ഇൻപേഷ്യന്റിലാണോ ഔട്ട് പേഷ്യന്റിലാണോ പഠിച്ചത്? ഇൻപേഷ്യന്റിലാണോ ഔട്ട് പേഷ്യന്റിലാണോ? ഫസ്റ്റ് മൊഡ്യൂളാണോ? ഓക്കെ ഓക്കെ, അത് ഓർമ്മയുണ്ട് അല്ലെ? ഇൻപേഷ്യന്റിലാണോ ഔട്ട് പേഷ്യന്റ് ആണോ ഇൻപേഷ്യന്റ് ആണോ? ഓർമ്മയുണ്ടോ? എനിക്ക് കൺഫ്യൂഷൻ ആയോ? ഇതൊന്നും ഔട്ട് പേഷ്യന്റിലാണെന്ന് തോന്നുന്നു അല്ലെ? എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, അങ്ങനെയല്ലേ പഠിച്ചത്? ഇപ്പൊ ഓർമ്മ വന്നോ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഇപ്പൊ കുറച്ചു പേർക്ക് ഓർമ്മ വന്നു അല്ലെ? ഞാനല്ല നിങ്ങൾക്ക് എടുത്തത്, ഞാൻ സെക്കൻഡ് മൊഡ്യൂളൊക്കെ ആയപ്പോഴല്ലേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞാനാണോ എടുത്തത്? ഔട്ട് പേഷ്യന്റ് അല്ല ഞാനല്ല തോന്നുന്നത് അല്ല എടുത്തത്. ഓക്കെ, ഞാൻ എടുത്തതാണെങ്കിൽ ഞാൻ ചോദിച്ചാലായിട്ട് ഇപ്പൊ ഓർമ്മ വന്നാവുന്നു. കാരണം നമ്മളവിടെ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും പഠിച്ചപ്പോൾ ഞാനല്ല. ഓക്കെ ഓക്കെ, എനിക്കറിയാം. ഞാൻ എടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ സെൻട്രലൈസ്ഡ് AC ആയിട്ട് കമ്പാരിസൺ ചെയ്തിട്ടാ പറഞ്ഞത് ഞാൻ. ഓക്കെ, ഔട്ട് പേഷ്യന്റിലാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പഠിച്ചല്ലോ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? അതില് സെൻട്രലൈസ്ഡിൽ എന്താ പഠിച്ചത്? എന്താ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പഠിച്ച അവിടെ വെച്ചേക്കാണോ? ഇനി വേണ്ട, കഴിഞ്ഞു, അങ്ങനെയാണോ? എന്താ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്? എല്ലാം ഒറ്റ ഏരിയയിലാണ് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? ആണോ? കൺസൈസിനെ പഠിച്ചത് ഓർക്കാനുണ്ടോ? ആ സെന്റൻസ് അല്ലെ? എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ ഏരിയയിലാണ്. സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കൺസൈസ് ഏരിയയിലാണ്. ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ. ഓർമ്മയുണ്ടോ പഠിച്ചത് ഈ ഒരു സെന്റൻസ്? ഓർമ്മയുണ്ടോ അല്ലെ? അപ്പോ അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് നമ്മൾ പറഞ്ഞു, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് സർവീസസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നുമാണ് ഓരോ സേവനങ്ങളും നൽകുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ്. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കാം, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Issuing of linen and linen circulation is usually controlled by the central room. This facilitates a better control over the staff. അതായത് എല്ലാ തുണികളും, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തുണികള് ഒറ്റൊരു സെൻട്രൽ റൂമിലാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഒരൊറ്റ ഇതിലായിട്ട് വെച്ചിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ആ ഒരു മീനിങ് തന്നെയാണ്. സോ ദി ഫെസിലിറ്റീസ് ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. അതിനാൽ തന്നെ എന്താണ്, സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുന്നു. ഇനി ഡീസെൻട്രലൈസ്ഡ് നേരെ ഓപ്പോസിറ്റ്. Decentralized linen service. Under this system, the different units such as ward, operation theaters, etc. are allotted with needed quotas of linen articles. എന്താണ് പറയുന്നത്? ഇപ്പോ വാർഡിലേക്കും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം തുടങ്ങിയ ഏരിയകളിലോട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് കോട്ടാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് എണ്ണത്തിനനുസരിച്ചുള്ളത് ഓരോ സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും നമ്മൾ എണ്ണത്തിനനുസരിച്ച് കൊടുക്കുന്നു. അതാണ് ഡീസെൻട്രലൈസ്ഡ്. ക്ലിയർ ആണോ രണ്ടും? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണോ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തുണികളും കൂടി എന്താണ് ഒരൊറ്റ സെന്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് കൊടുക്കും. ഓക്കെ, ഇനി മിക്സഡ് ലിനൻ, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഈ മിക്സഡ് ലിനൻ എന്ന് പറയുന്നത്. Mixed linen service. Linen supply to certain special areas are done to the basic of decentralization. ചില ഏരിയകളിൽ ഡീസെൻട്രലൈസേഷൻ ആയിട്ട് കൊടുക്കും. അല്ലാത്തതോ റെസ്റ്റിംഗ് ഏരിയ ഫോർ സെൻട്രലൈസ്ഡ്. ബാക്കിയുള്ളത് ഒരുമിച്ച് തന്നെ വെക്കുന്നു. The linen used in our hospital service make a huge effect on the quality care provided. Every hospital need to have a 6 set of linen for each bed. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ 6 സെറ്റ് ലിനൻ ആണ് നമ്മൾ കൊടുക്കുന്നത്.
ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് 6 സെറ്റ് ലിനൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 ടൈപ്പ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, വായിച്ചു നോക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ അത് പഠിച്ചും കൂടി പോകാൻ പറ്റും. കാരണം അത് പ്രത്യേകിച്ച് എന്താ വായിച്ചു പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാല്, ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. ഒന്ന് നോക്കാം, ഒരു പ്രാവശ്യം വായിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ പഠിക്കാനൊന്നും ഇല്ലാലോ, അധികം എളുപ്പമല്ലേ. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും. ഡീസെൻട്രലൈസ്ഡ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളിൽ കൊടുക്കുന്നു. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ചില ഏരിയകൾക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കാം, ചിലത് നമ്മൾ ഒന്നിച്ച് സെൻട്രലൈസ്ഡും ആയിരിക്കും. പഠിച്ചില്ലേ ഇപ്പോ? പഠിച്ചോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മിക്സ്ഡ് എന്ന് പറയുന്നത് ചില ഏരിയകൾക്ക് മാത്രം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററോ ലേബർ റൂമോ അവിടേക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കും. ബാക്കിയുള്ളത് സെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെ. രണ്ടും ഉണ്ടല്ലോ, ചിലയിടത്ത് നമ്മൾ എന്താ സെപ്പറേറ്റ് കൊടുക്കും, ചില ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ലിനൻ ഒരുമിച്ച് വെക്കുന്നു. സിക്സ് സെറ്റ് എന്താണെന്നാണോ ചെയ്തു പറയാട്ടോ. നെക്സ്റ്റ് വരുന്നത് ആ സെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, താഴെ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, അത് വായിച്ചിട്ട് ഞാൻ അടുത്തതിൽ പറയാന്ന് വിചാരിച്ചാണേ. ഡീറ്റെയിൽ ആയിട്ട് താഴെ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിലും ഒരു പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത്, അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻസിന് 6 സെറ്റ് ഓഫ് ലിനൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ നോക്കാം, 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. കേട്ടോ, ഒരു ഇൻപേഷ്യന്റിന് നമ്മൾ അറ്റ് എ ടൈമിൽ കൊടുക്കുന്നത് 6 സെറ്റ് ഓഫ് ലിനൻ ആണ്. ഇനി 6 സെറ്റ് ഓഫ് ലിനൻ എന്ന് പറയുന്നത്, ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഒരു ബെഡ്ഷീറ്റ്, ഒരു ഷീറ്റും ഉണ്ടാവും, ഒരു പില്ലോ കവറും ഉണ്ടാകും. അതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള 6 സെറ്റ് ആണ് നമ്മൾ ഒരു ഇൻപേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? 6 സെറ്റ് ആണ് ഒരു പേഷ്യന്റ്, ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിന് നമ്മൾ 6 സെറ്റ് ആണ് നമ്മൾ കൊടുക്കാറ്. അതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ഉണ്ടായിരിക്കും. ഇനി അതിന്റെ റൊട്ടേഷൻ നോക്കാം. എങ്ങനെയാണ് നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. 6 സെറ്റ് നമ്മൾ ടോട്ടൽ കൊടുക്കും, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കും. റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ.
ഓക്കെ. അപ്പൊ ഇനി അതിന്റെ റൊട്ടേഷൻ നോക്കാം എങ്ങനെയാണെന്ന്. 2 set for wash. 1 bed sheet on the way to the laundry, while 1 sheet already in laundry's washing cycle. അപ്പൊ രണ്ട് സെറ്റ് ആയിട്ടാണ് പറയുന്നത്. റൊട്ടേഷൻ എങ്ങനെയാണെന്നാണ്. ടോട്ടൽ 6 സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിന്റെ റൊട്ടേഷൻ ആണ് പറയുന്നത്. 2 set for wash. 2 സെറ്റ് നമ്മൾ വാഷ് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. അതിൽ 1 ഒരെണ്ണം ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Then 1 in laundry's 1 sheet already is laundry's washing cycle. ഒന്ന് നമ്മൾ എന്താണ് വാഷിംഗ് മെഷീനിൽ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നു. ഒന്ന് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Then അടുത്ത 2 സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് യൂസ് ഉപയോഗിക്കാനായിട്ട് 2 സെറ്റ്. 1 bedsheet should already be on the bed. ഒരെണ്ണം നമ്മൾ ബെഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. Then 2 set in stock. ബാക്കി രണ്ടെണ്ണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് അതിന്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റൊട്ടേഷന് വേണ്ടിയിട്ടാണ് 6 സെറ്റ് ഓഫ് നമ്മൾ തുണികൾ ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടെണ്ണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി എന്താണ് വിരിച്ചിട്ടുണ്ട്, ബെഡിൽ വിരിച്ചിട്ടുണ്ടായിരിക്കും. ഒരെണ്ണം നമ്മൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നമ്മൾ എടുക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോ റൊട്ടേഷൻ? വായിച്ചു നോക്കിയെന്ന റൊട്ടേഷൻ. വായിച്ചില്ല ഒരു റൊട്ടേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മൾ ലോണ്ടറി സർവീസസിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി ഈ ലോണ്ടറി സർവീസസ് നേരിടുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The laundry department faces some major challenges. അല്ലെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ കുറെ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. നോക്കാം എന്തൊക്കെയാണ് ലോണ്ടറി സർവീസസ് നേരിടുന്ന വെല്ലുവിളികൾ. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. അല്ലെ, തുണികൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, മോഷണം പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, മീൻസ് തുണികളിൽ നിന്നും ഇതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ് HAI എന്ന് പറയുന്നത്. Then lack of well defined laundry hygiene process. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ലോണ്ടറിയിലും എന്താ ഹൈജീനിന്റെ കുറവ്, അല്ലെ, അല്ലെങ്കിൽ ഒരു ശുചിത്വമില്ലായ്മ, അങ്ങനെ വരുന്ന പ്രശ്നങ്ങള്. അതുപോലെ ഹൈ കോസ്റ്റ്, ചിലവുകൾ കൂടുന്നത്. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോവുക, അതായത് മെഷീൻ എന്ത് ചെയ്യുക, എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു ലോണ്ടറി സർവീസസ് പ്രധാനമായിട്ടും നേരിടുന്നത്. സൈഡിൽ മാർക്ക് ചെയ്യുക, ചലഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കുക കേട്ടോ, ചലഞ്ചസ് ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്.
സൈഡിൽ മാർക്ക് ചെയ്തോളൂ. ചലഞ്ചസ് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, ദെൻ കൺക്ലൂഷൻ ആണ് ചാപ്റ്ററിന്റെ നോക്കാം. Hospital laundry services are thus responsible for providing safe, clean, ample and timely application of linen to user units of hospital at right time, right quality and right place. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, ആമ്പിൾ എന്ന് വെച്ചാൽ ധാരാളം ആവശ്യത്തിനായിട്ടുള്ള ലിനൻസുകൾ ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ യൂണിറ്റ്സിലോട്ടും എത്തിക്കുക എന്നത്. അത് റൈറ്റ് ടൈമിലായിരിക്കണം, റൈറ്റ് ക്വാളിറ്റിയിലായിരിക്കണം, ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായിട്ടുള്ള ടൈമില് ശരിയായ ക്വാളിറ്റിയില ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റ്സിലോട്ടും സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള തുണികൾ എത്തിക്കുക എന്നുള്ളത് hospital laundry services in responsibility. Then every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ഇന്നോട് പറയുന്നത് അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും അവരുടെ ആ ഒരു പേഷ്യൻസിന് അവരെ പേഷ്യൻസ് കംഫോർട്ടബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ സുരക്ഷിതമായിരിക്കണം, നല്ല ആരോഗ്യമുള്ളവരായിരിക്കുക എന്നതാണ് ഓരോ ഹോസ്പിറ്റലിന്റെയും ഓരോ ഹോസ്പിറ്റലും ഉറപ്പ് നൽകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേഷ്യൻസ് കംഫോർട്ട് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ സേഫ് ആയിരിക്കണം. ഓക്കെ, നമ്മളുടെ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ? ഈസിയല്ലേ പഠിക്കാനായിട്ട്? വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുക. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ഒരു പ്രാവശ്യം. കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ലോണ്ടറി സർവീസസിൽ നമ്മൾ ആദ്യം എന്താണ് ലോണ്ടറി എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, 3 ഒബ്ജക്റ്റീവ്സുകളാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സുകൾ പഠിക്കണം. ദെൻ സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ലൊക്കേഷൻ നോക്കി വെക്കുക. ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നാച്ചുറൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഫെസിലിറ്റികൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫെസിലിറ്റി ആൻഡ് റിക്വയർമെന്റ്സ്, ലോണ്ടറി സർവീസസിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ്. പിന്നെ നമ്മൾ നോക്കിയത് പ്ലാനിങ് ആണ്, എന്തൊക്കെയാണ് ഒരു ലോണ്ടറി സർവീസസിന് വേണ്ട പ്ലാനിങ്സുകൾ. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഔട്ട്സോഴ്സ് എന്താണ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ട്സോഴ്സസ് നോക്കുക, എന്താണെന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഔട്ട്സോഴ്സ് എന്താണെന്നുള്ളത്, ചെയ്തിട്ടില്ലേ? കണ്ടോ, നോൺ ആസ് ഔട്ട്സോഴ്സിങ്. കണ്ടോ, അവനെ പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? നോക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, when a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. It depends on the practicability, science and economics. അത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകം പഠിക്കുക കേട്ടോ, ഔട്ട്സോഴ്സിംഗ് എന്താണ്. ദെൻ അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്, ഔട്ട്സോഴ്സിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്.
Then classification of linen hospital. Classification പഠിക്കണം. General purpose linen ഏതൊക്കെയാണ് included ആയിട്ടുള്ളത്? Patient linen, ward linen നോക്കി വെക്കുക, പഠിക്കണം. Then സേഫ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രാക്ടീസസുകൾ എന്തൊക്കെയാണ്? യൂസ് ഓഫ് PPE സൈഡിൽ മാർക്ക് ചെയ്യുക, പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. പിന്നെ പ്രോസസിങ് ഓഫ് സോളിഡ് ലിനൻ ആണ്. നമ്മൾ എങ്ങനെയാണ് പ്രോസസ് എന്നാണ്. ദെൻ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക. ദെൻ കോമൺ ആയിട്ട് ലോണ്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, പേരുകളൊന്ന് പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ ഇന്ന് പഠിച്ച ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറി, യൂസ്ഡ് ലിനൻ, സോളിഡ് ലിനൻ ഏതൊക്കെയാണെന്നത് വായിക്കുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും മിക്സഡ് ലിനൻ അതൊന്ന് പഠിക്കണം. ദെൻ 6 സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് 1 ചലഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. ലോണ്ടറി സർവീസസ് നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഏകദേശം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി അധികം സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി പഠിക്കാൻ അധികം സമയം വേണ്ടി വരുമോ? നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ ഒരുവിധം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചില്ലേ? കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ, ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിലൂടെ തന്നെ ഒരുവിധം പഠിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 50 അല്ല 50 above നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും പെർസെന്റേജ് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അടുത്തതും ഒരു ചെറിയൊരു ചാപ്റ്റർ തന്നെ എടുക്കാം അല്ലെ? ഒരുപാട് വലുതിടത്തിൽ ഇങ്ങനെ കുറെ പോറടിപ്പിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് സർവീസ്. എടുത്തിട്ടില്ലാലോ? വേറെ ഏതെങ്കിലും മിസ്സുമാരെടുത്തോ? എടുത്തായിരുന്നോ? ഇല്ലാലോ? ഓക്കെ. അപ്പൊ ഇനി എടുക്കുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇതും നമ്മുടെ ലോണ്ടറി സർവീസസ് പോലെ തന്നെ നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല്? ആദ്യം ചോദിക്കട്ടെ, ഹൗസ് കീപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ ഹൗസ് കീപ്പിംഗ്? പറഞ്ഞോളൂ. ക്ലീനിങ് പ്രവർത്തനങ്ങൾ അല്ലെ? നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാറില്ലേ? ശുചീകരണ പ്രവർത്തനങ്ങൾ, അടിക്കാൻ, തൂത്തുവാരുകയും തുടക്കുകയൊക്കെ ചെയ്യില്ലേ നമ്മള്? ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിലെ ക്ലീനിങ് പ്രവർത്തനങ്ങളെ, ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യില്ലേ? എല്ലാവരും ക്ലീൻ ചെയ്യാറില്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യും, ഡെയിലി ക്ലീൻ ചെയ്യും അല്ലെ? ഡീപ്പായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും, മാസത്തിൽ ഒരിക്കലൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിലും ഇതുപോലുള്ള ഒരു ക്ലീനിങ് സെക്ഷൻ ഉണ്ട് അല്ലേ? ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറെ എംപ്ലോയീസുകളുണ്ട്, സ്റ്റാഫുകളുണ്ട് അല്ലെ? അപ്പൊ അവർക്കും ഒരു സ്ട്രക്ചറും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ലോണ്ടറി പോലെ തന്നെ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോ അത് ഹോസ്പിറ്റലിലെ ശുചീകരണ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ? അഴുക്ക് പിടിച്ച് വൃത്തികേടായിട്ടാണോ കിടക്കുന്നത്? എപ്പോഴും നല്ല നീറ്റ് ആയിട്ടായിരിക്കില്ലേ ഫ്ലോറൊക്കെ കിടക്കുന്നത്? ആണോ? ഇവിടെ എപ്പോഴും സ്റ്റാഫുകൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും അല്ലെ? സർവ്വ നേരത്തെ നമ്മൾ കാണാറില്ല അവരെപ്പോഴും അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നത് അല്ലെ? നോക്കാം. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. A patient coming for the time to a hospital when welcomed a tidy environment as well as elegant feelings, lessen half of his misery and increase his confidence in the hospital. എന്താ ഇവിടെ പറയുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പറയുന്നത്. നോക്കാം. A patient coming for the time to a hospital when a welcome tidy and environment. Tidy environment എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നല്ല ടൈഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കുകളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം. അപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആണെങ്കിൽ തന്നെ നമുക്കൊരു എലഗന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു നല്ലൊരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? നമുക്ക് നല്ലൊരു ഫീലിങ്സും ആയിരിക്കും. അതുപോലെ തന്നെ lessen half of his misery and increase his confidence in the hospital. അപ്പൊ മിസറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖവും ബുദ്ധിമുട്ടായിട്ടായിരിക്കും പോയിരിക്കുന്നത്. സോ അതിനെ നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു കോൺഫിഡൻസ്,
ഒരു എന്താ പറയാ ഒരു വിശ്വാസം നമുക്ക് വർദ്ധിക്കോ? നിങ്ങൾക്ക് വർദ്ധിക്കാറുണ്ടോ അങ്ങനെ? ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ദെൻ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ടോയ്ലറ്റ്സ് ആണെങ്കിലും മറ്റു നമ്മൾ ഇരിക്കുന്ന ഏരിയ ആണെങ്കിലും എല്ലാം വെൽ ക്ലീൻഡ് ആണ് അല്ലെ? പോസിറ്റീവ് വൈബ് കിട്ടും അല്ലെ? നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് വൈബ്, അങ്ങനെ തന്നെയല്ലേ പറയാം? യെസ് അല്ലെ? എല്ലാവരും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാറ് അല്ലെ? നല്ലൊരു വൈബാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു വൈബ് കിട്ടും. അതുപോലെ തന്നെ എന്താണ് പകുതി അസുഖം അവിടെ മാറുന്നു അല്ലെ? പകുതി അസുഖം അവിടെ മാറും. അസുഖം ഭേദമായിട്ട് മാറുന്നല്ല ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു കുറച്ചൊരു ആശ്വാസം കിട്ടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അറിയാലോ, എത്ര അടിച്ചു തൂത്ത് വൃത്തിയാക്കിയാലും ക്ലീൻ ആയിരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആണോ? കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും അലങ്കോലപ്പെടുത്തിയിടും അല്ലെ? കുട്ടികളോട് കളിക്കുന്ന സാധനങ്ങളും ടോയ്സും അല്ലാതെ ഉള്ളത് പേപ്പറും ചപ്പും ചവറുകളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ എന്താ വീട് ആകെ ഇതായിട്ട് ഇരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് എന്താ സംഭവിക്കുക? നോർമലി എന്താ പറ്റുക? ഇപ്പൊ തലവേദന എടുക്കുന്നു പറയും നമ്മള് ഇല്ലേ? ഇതൊക്കെ കൂടി കാണുമ്പോ ഇങ്ങനെ ആകെ അലങ്കോലപ്പെടുത്തി കിടക്കുമ്പോ അല്ലെ? ദേഷ്യം വരും, അത് ഓക്കെ. അല്ലാതെ തന്നെ നമുക്കിപ്പോ ചെറിയൊരു തലവേദന ഉണ്ടെങ്കിലോ അത് കൂടാനാണ് ചാൻസ് ഇല്ലേ? ആണോ? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നാറില്ല? വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്, ക്ലീൻ ഒന്നുമില്ല, ഒരു ഇതുമില്ല, ക്ലീൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര തലവേദന എടുക്കും കാണുമ്പോ തന്നെ അല്ലേ? പക്ഷെ നമുക്ക് എന്താണ് വളരെ നീറ്റ് ആയിട്ട് നമ്മൾ അടിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലും ഇതുപോലെ നല്ലൊരു നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ഇവിടെ നല്ല ക്ലീനിങ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഇതുപോലെ പോസിറ്റീവ് വൈബും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ അസുഖം കുറച്ച് നമുക്ക് കുറയുന്ന പറയുന്നത്. പൂർണ്ണമായിട്ടും ഡോക്ടറെ കാണാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കണ്ട് അസുഖം മാറുന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടുന്നു നമുക്ക് അല്ലെ? Then otherwise called housekeeping services, otherwise called environmental services. Underline ചെയ്യാം. ഹൗസ്കീപ്പിംഗ് സർവീസസിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് environmental services. ഓക്കെ, ഇപ്പൊ ഹൗസ്കീപ്പിംഗ് സർവീസസിനെ വിളിക്കുന്ന മറ്റൊരു പേര് environmental services are very important in providing safe, clean, pleasant, orderly and functional environment for both patient and hospital officials. So ഇങ്ങനെ ഒരു ഹൗസ്കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. എന്തിനു വേണ്ടി? പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി, ഒരു സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പേഷ്യന്റിനും ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹൗസ്കീപ്പിംഗ് സർവീസസ് എല്ലാ ഹോസ്പിറ്റലുകളിലും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, വായിച്ചു നോക്കുക ഇൻട്രൊഡക്ഷൻ. വായിച്ചോ ഇൻട്രൊഡക്ഷൻ? നോക്കാം. The three important housekeeping tasks in hospital consist of the following. അപ്പൊ ഹോസ്പിറ്റലിലെ ഹൗസ്കീപ്പിംഗ് കൺസിസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ടാസ്കുകൾ, പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. To clean and sanitizing high-touch surfaces in patient rooms and restrooms. പേഷ്യന്റ് റൂമുകളിലും അതുപോലെ തന്നെ നമ്മൾ റെസ്ട്രിംഗ് റൂംസുകൾ, നമ്മള് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന റൂമുകൾ ഉണ്ടല്ലോ, അവിടെയുള്ള അങ്ങനെയുള്ള റൂംസുകളും. ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് ഹൈ-ടച്ച് സർഫേസസ്, നമ്മൾ ടച്ച് ചെയ്യുന്ന, നമ്മൾ സ്പർശിക്കുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. Then
രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. ഫില്ലപ്പ് ചെയ്യാണ് പേപ്പർ ടവൽസ്. പേപ്പർ ടവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടിഷ്യൂ പോലെയൊക്കെ നമ്മൾ വെക്കുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എംപ്റ്റി ആണെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യണം. സോപ്പ് കണ്ടെയ്നറിലൊക്കെ നമ്മൾ സോപ്പ് ലിക്വിഡ് ഒക്കെ നിറയ്ക്കുക. അതുപോലെ തന്നെ മറ്റ് ഓഫീസ് സപ്ലൈസുകൾ, മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് വെക്കും. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഹൗസ് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട 3 ടാസ്കുകൾ എന്ന് പറയുന്നത്. സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ്, വായിച്ചു നോക്കുക 3 ടാസ്കുകള്. അയച്ചോ 3 ടാസ്കുകൾ ഏതൊക്കെയാണെന്ന്? ഓക്കെ, ഇനി നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ആവശ്യകത എന്താണ്? ആവശ്യകത ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുന്നത്? റീസൺ പറഞ്ഞോ, എന്തുകൊണ്ടാണ് വേണം എന്ന് പറയുന്നത്? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ കേട്ടോ, ഭയങ്കര സാഹചര്യപരമായിട്ടൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞോളൂ. ഹൈജീൻ ആയിരിക്കണം. വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും ഹൈജീൻ മാത്രമേ ഉള്ളൂ? വേറെ പോയിന്റ്സ് പറഞ്ഞോളൂ. ഹൈജീൻ ഓക്കെ. ദെൻ വേറെ എന്തൊക്കെയാണ്? ഹൈജീൻ മാത്രം മതിയോ? പേഷ്യൻസ് വേണം, പേഷ്യന്റ് വരാൻ. ഓക്കെ ഓക്കെ. ദെൻ നോക്കാം, നമുക്ക് പോയിന്റ്സ് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ, വരാതിരിക്കാൻ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ടു ഇമ്പാർട്ട് ഹൈജീൻ എൻവയോൺമെന്റ്. അല്ലെ, ഹൈജീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആവശ്യമാണ്. Then to meet the hopes of community, അതായത് എന്താണ്? സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. അതായത് സമൂഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലാണ് ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ, അല്ലെ? അപ്പോ നല്ലൊരു വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കണം ഒരു ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുവാൻ. To maintain a higher reputation of the hospital, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ. അല്ലെ, നമ്മൾ പറഞ്ഞു നമ്മൾ പോകുന്നത് നല്ലൊരു ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആണ് ആ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷമെങ്കിൽ അതൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാകും. അല്ലെ, നമ്മള് മറ്റുള്ളവരോടും പറയും ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി, നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല ക്ലീൻ ആണ്. പറയാറില്ലേ? നിങ്ങള് പറയാറുണ്ടോ? ചീത്തയാണെങ്കിൽ മാത്രം പറയുള്ളൂ, നല്ലതാണെങ്കിൽ നമ്മൾ പറയൂലേ? നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് പോയത്? അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി, അപ്പോ എന്താണ്? നല്ല ചുറ്റുപാടാണ് കേട്ടോ, നല്ല അന്തരീക്ഷമാണ്, എല്ലാം നല്ല നീറ്റ് ആണ്, എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് നമ്മൾ പറയില്ലേ? സോ അതിനുള്ള ഒരു പ്രശസ്തി, റെപ്യൂട്ടേഷൻ, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ നീറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം ആയിരിക്കണം. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, നിങ്ങൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം?
നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ആവശ്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 ആവശ്യകതകളാണ് ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ. ഇതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കാൻ എളുപ്പത്തിനായിട്ടും അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, ദെൻ വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? ഇനി പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫോർട്ടബിൾ എൻവയോൺമെന്റ്. കോമൺ ആയിട്ടുള്ള സാനിറ്റേഷൻ ചെയ്യണം, അതുപോലെ ശുചിത്വം ഉണ്ടായിരിക്കണം, കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. Then developing polite, reliable and friendly atmosphere. ഇനി ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അവർ എന്താണ്, പൊളൈറ്റ് ആയിരിക്കണം, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. മര്യാദയുള്ള അല്ലെങ്കിൽ എന്താണ്, റിലയബിൾ വിശ്വസനീയമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹേർട്ടി റിലേഷൻ. മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ടും നല്ലൊരു റിലേഷൻസ് ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. Then ensuring safety of staff, patient and relatives. സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും റിലേറ്റീവ്സിനും സുരക്ഷ ഉറപ്പു നൽകണം. Then quality restraining of sanitary equipments and cleaning agents. എക്യുപ്മെന്റ്സുകളും ക്ലീനിങ് ഏജൻസുകളും എന്ത് വേണം? എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അത് സാനിറ്റൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള എക്യുപ്മെന്റ്സുകളും ക്ലീനിങ് ഏജൻസുകളും വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ഹൗസ് കീപ്പിംഗിന്റെ സേവനങ്ങളുടെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ അതിന്റെ റെക്കോർഡ്സും സൂക്ഷിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. മാക്സിമം ഒരു 6 പോയിന്റ് ആണ് തന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവ്. എളുപ്പം പഠിക്കാൻ, മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, മനസ്സിലാക്കി പഠിച്ചു പോകുക. വായിച്ചു നോക്കുക ഒബ്ജക്റ്റീവ്സ്.
വായിച്ചെല്ലാവരും? ഓക്കെ, നമ്മള് ഹൗസ് കീപ്പിംഗ് സർവീസസില് ഇമ്പോർട്ടന്റ് ടാസ്കുകൾ 3 നോക്കി. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ദെൻ ഒബ്ജക്റ്റീവ്സ്. അവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഇടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലൊക്കേഷൻ ആണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് കഴിഞ്ഞ ചാപ്റ്റേഴ്സുകൾ പഠിച്ചു പോണം. ദെൻ എന്താ, റിവിഷന് വേണ്ടി ആരും വെച്ചേക്കണ്ട. സമയം കിട്ടുന്നത് പോലെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കണം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ദെൻ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ലൊക്കേഷൻ ഒന്ന് വായിച്ചിട്ടുണ്ടായിരിക്കണം എല്ലാവരും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എല്ലാവരും? കുറെ ദിവസമൊക്കെയാണല്ലോ നമ്മൾ കണ്ടത് അല്ലേ? വെക്കേഷനൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ അവധിയൊക്കെ. അവധിയൊക്കെ എൻജോയ് ചെയ്തു എല്ലാവരും? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കണില്ലേ? റിപ്ലൈ ഒന്നും ഇല്ല. എന്ത് പറ്റി? ഉച്ച സമയമാണ്, ഞങ്ങൾ ഉറങ്ങിയിരിക്കുകയാണോ എല്ലാവരും? ക്ലാസ്സിൽ ഇല്ലേ എല്ലാവരും? ഉറങ്ങിയാണോ? ആക്റ്റീവാണോ? പനിയായി പോയി, നീതൊരു പനിയായി, റെസ്റ്റ് എടുക്കായിരുന്നു. ഓക്കെ ബാക്കി എല്ലാവരും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു അല്ലെ? ദെൻ അപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലൊക്കേഷൻ ആയിരിക്കോട്ട് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you, Miss. Thank you, Miss.